ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് ഫീലിങ്സ് ആണ്. അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, 10 ഓഫ് കപ്സ് എനർജിയാണ്. ക്വീൻ ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്, ഹെർമിറ്റ്, Ten of Swords, Hierophant, Queen of Pentacles, Princess of Swords, Strength, Princess of Cups, Judgment, Fool energy, Five of Cups. നമുക്കൊരു കാർഡ് കൂടെ എടുക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയി നിന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഡെയിലി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉള്ള വ്യക്തികളോ അങ്ങനെയുള്ള പേഴ്സൺസ് അല്ല. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേരുടെയും ഒരു സിറ്റുവേഷൻ അറിയാൻ കഴിയാത്ത രീതിയിൽ മാറി നിൽക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങൾ. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓണായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതിലൊക്കെ ഒരുപാട് നിരാശയുള്ളൊരു പേഴ്സണാണ്. ഓവറോൾ എനർജി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നല്ലതുപോലെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാനസികമായിട്ട് അവർക്ക് ഒരു വലിയൊരു നഷ്ടബോധം തോന്നുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അവരോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവർക്കൊരു തെറ്റ് പറ്റിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ്റെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ അവർ വേണ്ടപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാഞ്ഞതായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിലവിൽ ഈ ഒരു സെപ്പറേഷനെ കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്, അതുപോലെ തന്നെ ഒരു കുറ്റബോധമുണ്ട്. ഇങ്ങനെയൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു അകൽച്ച വരുന്നൊരു സമയത്ത് അവർ ഈ ഒരു മൈൻഡിലോ ആറ്റിറ്റ്യൂഡിലോ ഫീലിങ്സിലോ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകലുന്നത് വലിയ കുഴപ്പമില്ലാന്ന് ചിന്തിച്ചൊരു ടൈം പീരീഡ് ആയിരിക്കാം. പക്ഷെ കറൻ്റ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആരുടെ ഒപ്പമാണ്, ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും വളരെയധികം ലോൺലിനെസ് അനുഭവപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം, ഫാമിലി ഉണ്ടാവാം. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മെൻ്റലി ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ്. അവർക്കൊന്നും ഷെയർ ചെയ്യാൻ ആരോടും കഴിയാതെ വളരെയധികം ലോൺലിനെസ് അനുഭവപ്പെട്ട് ഒറ്റയ്ക്കൊരു വിഷമത്തിലേക്ക് പോകുന്ന ഒരു പേഴ്സണാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കാം. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അങ്ങനെയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട്
അണിഞ്ഞൊരുങ്ങി നടന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും ആ ഒരു ഷോ ഓഫ് ഒന്നും ചെയ്യാനായിട്ട് തീർത്തും താല്പര്യമില്ലാതിരിക്കുന്നൊരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇമോഷണലി ഒരുപാട് അകന്നു പോയി എന്നുള്ളതാണ്. ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ നല്ലതുപോലെ വന്നു. ഇവിടെ നമുക്ക് കാണാം ആ ഒരു എനർജി. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിൽ പെട്ട് പോവാന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഐക്യമില്ല. അതായത് നിങ്ങളിനി ഈ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ ആ ഒരു പഴയ സ്നേഹം ഉണ്ടോ എന്ന് പോലും ഈ പേഴ്സണ് സംശയമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ആ ഒരു 10 ഓഫ് കപ്സ് എനർജി പോലെ തന്നെ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ പോലെ ആവാനുള്ള സാധ്യത, കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഡ്രീം ചെയ്തിരുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, കുട്ടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഇപ്പോൾ അവരുടെ ഒപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ വളരെയധികം വിഷമിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ വന്നിട്ടുള്ളത്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലേക്ക് പോകേണ്ടെന്ന ഒരു ആവശ്യമേ ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഇമോഷണലി നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു പോയതായിട്ട് അവർ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആകുമ്പോൾ സംസാരമില്ല. പലപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഊഹിക്കലാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പുറത്തെ ആളെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ അവരെന്നെ മറന്നുപോയി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഓർത്ത് വിഷമിക്കും. ചിലപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചെന്ന് വരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് നിങ്ങളോട് ഇമോഷണലി, ഫിസിക്കലി ഒക്കെ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ തരത്തിലും നിങ്ങളോടൊരു അട്രാക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇത്രയും ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിൽ വിഷമം, ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ളതിൽ കുറ്റബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് കൂടി ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഓണാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെയും ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, അതായത് ഞാൻ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ദോഷമായിട്ട് ബാധിക്കുമോ എന്നുള്ള ഒരു പേടി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു ചോയ്സ് എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഒരു പേടിയും കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ തന്ന് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒന്ന് ഹാപ്പിയാക്കി നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അത് നമ്മളോട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം, അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്ത് അവർ വിഷമിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളെ സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കി മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സണില്ല. അങ്ങനെ ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യൂ എന്നുള്ള ഒരു ആശങ്കയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, സെൽഫിഷ് ആയിട്ടൊക്കെയുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഈ ഒരു പേഴ്സണ് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവും. സെൽഫ് റിഫ്ലക്റ്റീവ് മോഡിലാണ് ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. അതായത് സ്വയം അനലൈസ് ചെയ്യുന്ന ഒരവസ്ഥ കൂടിയാണ്. സ്വയം അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പറയാം, നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മളുടെ ഏതൊക്കെ പ്രവർത്തികൾ ശരിയായിരുന്നു, ഏതൊക്കെ തെറ്റായിരുന്നു, നമ്മൾ നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന വ്യക്തികളോട് ചെയ്ത കാര്യം ശരിയായിരുന്നോ, അങ്ങനെ എല്ലാ ആംഗിളുകളിലും നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ. ഈ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ആ ഒരു മാറ്റം ഈ ഒരു പേഴ്സണിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റിൽ അവരുടെ ക്യാരക്ടറിൽ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ വരാനുള്ളൊരു കാര്യം പോലും അതായിരിക്കാം. അതായത് നേരത്തെ ഒരു ഇരുട്ട് നിറഞ്ഞൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതെങ്കിൽ അത് നമുക്കറിയില്ല, നമ്മൾ പാസ്റ്റ് നോക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വെളിച്ചം അവരിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഒരു ദൈവാനുഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഇട്ട് നിങ്ങൾ നിൽക്കുന്നതിലാണ് ഈ ഒരു പേഴ്സണിന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ളത്. ചിലപ്പോൾ അങ്ങനെ ഇമോഷണൽ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. അതാണല്ലോ അവർക്ക് ആ ഒരു കുറ്റബോധം ഉള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി, ഫിസിക്കൽ അട്രാക്ഷൻ എല്ലാ തരത്തിലും ആ ഒരു ഓവറോൾ എനർജിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു പേടിയുണ്ട്. എന്തെങ്കിലും ഒരു ആക്ഷൻ അവരായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമോ? അല്ലെങ്കിൽ കൂടുതൽ കൊളാവോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷനൊക്കെ ഒരുപാട് നാളുകളായി, അല്ലെങ്കിൽ ഇവരങ്ങനെ നിങ്ങളെ ചിലപ്പോൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു പേടി കൊണ്ടായിരിക്കാം ആ ഒരു ഫിയർ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം, അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊരു റെസ്പെക്റ്റ് കൂടി തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണ് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോഴോ അല്ലെങ്കിൽ ഇത് എൻഡ് ആവുന്ന ടൈം പീരീഡിലൊന്നും അവർ അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ആംഗിളിൽ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടൊരു ബഹുമാനം വരെ തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് വരെ തോന്നുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എവിടെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ചാവാം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവരൊരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആഗ്രഹം വളരെ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മളില്ലാതെ നമ്മളുടെ വ്യക്തി മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സ്ട്രെങ്ത് ഈ ഒരു പേഴ്സൺ അച്ചീവ് ചെയ്യുകയാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കറേജ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യം സംഭരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും പാർട്ണറുടെ മുഖത്ത് നോക്കാൻ പോലും അർഹതയില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പേടിയായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ വരിക എന്നുള്ളത് മാത്രമല്ല, ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഹാപ്പി ആക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണിത്. ഒരു സമയത്ത് നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ ദുഃഖിപ്പിച്ച ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിലും, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ളൊരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചകന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ വളരെ ഒരു ലക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ലുക്ക് ഉള്ള ഒരു ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫുൾ എനർജി വരെ കാണാം. അതായത് അത്രയധികം ഇമ്പൾസീവായിട്ട് ഈ ഒരു പേഴ്സൺ ഇരിക്കുകയാണ്. നിങ്ങളിൽ കൂടി വരാനായിട്ടുള്ള ഒരു ആഗ്രഹം വരെ അവർക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് ഈ ഒരു പേഴ്സൺ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അബദ്ധമായി പോവുമോ, അല്ല എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നല്ലതുപോലെ കെയർ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും കെയറിങ് ആയിട്ടുള്ള, അതുപോലെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ചില വ്യക്തികൾ അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അതുപോലെ തന്നെ എന്ത് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ അതുകൊണ്ടാണ്. നിങ്ങൾ വളരെ കേപ്പബിൾ ആണെന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, അവരെ വേണ്ടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത
അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർ ചിലപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും സെക്യൂർ ആയിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചു വരണം, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ടാവണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇവിടെ ഇത്രയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. ചിലരിപ്പോൾ കാത്തിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു 100% ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇട്ടത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതിനകത്ത് നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി പഴയതുപോലെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച് മാറുന്ന ആൾക്കാരുണ്ടാവാം, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. നമ്മളിവരെ എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഈഗോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയുക. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അവരുടെ ഒരു തെറ്റ് അവർക്ക് അംഗീകരിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുന്നു. അല്ലെങ്കിൽ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് കുറ്റബോധം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ളത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നടത്തുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഓടി വരാനാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിലുള്ളൊരു മെൻ്റൽ സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോടുള്ള ഒരു ഫിയർ കൊണ്ട് തന്നെയാണ്. നിങ്ങളിത് അംഗീകരിക്കുകയോ ഇല്ലയോ, നിങ്ങൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചതിച്ചിട്ട് പോയ വ്യക്തി, നമ്മളെ ഒരു സമയത്ത് വേണ്ടാന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്കിനി സൗകര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു പേടിയും ആവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവും കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാനസികമായിട്ട് ആ ഒരു വ്യക്തി തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഓഫ് ലവും കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുങ്ങുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഒരു ഷൈനസ് അവർക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത പ്രവർത്തികളുടേതായിരിക്കും ഒരു ഷൈനസ് ഉണ്ടെങ്കിലും അങ്ങനെ വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ പോലും ഓവറോളായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാ ആസ്പെക്റ്റിലും നിങ്ങളെക്കുറിച്ച് റെസ്പെക്റ്റ്, സ്നേഹം, നിങ്ങൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സണാണ്, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ് അവർക്ക് ഇവിടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റീഡിങ്സിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പാർട്ട്ണറോട് അത്രയധികം ഒരു റെസ്പെക്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന എനർജീസൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്, അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഓവറോളായിട്ട് നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി, ലിയോ ആൻഡ് വിർഗോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 8, നമ്പർ 9 ആൻഡ് നമ്പർ 20. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നമ്മളെടുത്ത ഫീലിങ്സിനകത്ത് മൊത്തം നിങ്ങളെക്കുറിച്ചാണ് തിങ്ക് ചെയ്യുന്നത്. അവിടെ മറ്റൊരു സംഗതിയോ തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കയറി വന്നിട്ടില്ല. അവരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് മുഴുവനും കൂടുതലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കൊണ്ട് മാറി നിന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ അവരോടൊന്നും ഒട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാനസികമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു പേഴ്സണ് ആരോടും തോന്നുന്നില്ല. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സണുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ എത്രയും വേഗം ഈ ഒരു വ്യക്തിയുടെ ഒരു കോൺടാക്റ്റ് നിങ്ങളുമായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ അതിനായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.